നടപ്പാലത്തിൻ്റെ പ്രവർത്തനം ഏതാണ്ട് പൂർത്തിയാക്കുക അതുവഴി ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനുള്ള സൗകര്യം ഒരുക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. പുതിയ പാലം നിർമ്മിക്കുന്നത് വരെ ഈ ബേലിപ്പാലം അവിടെ നിൽക്കുമെന്നുള്ള കാര്യമാണ് സൈന്യം അറിയിച്ചിട്ടുള്ളത്. മന്ത്രിസഭാ ഉപസമിതി സ്ഥിരമായി അവിടെ നിന്ന് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ മരണസംഖ്യ 284, ഏറ്റവും പുതിയ കണക്കാണ്. 284 മരണസംഖ്യ ഉയർന്നിരിക്കുന്നു. സുജയ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? നേരത്തെ ചുരൽമലയിലെ തിരച്ചിലിൻ്റെ വിവരങ്ങളാണ് സുജയ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ദുരന്തത്തിൻ്റെ ബാക്കി പത്രമായിട്ടുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് സുജയുള്ളത് ഇപ്പോൾ? നല്ല നടന്നാൽ മതി. മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയും അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരും. മുഖ്യമന്ത്രിക്ക് മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി ആയിരിക്കും ആദ്യം എത്തിച്ചേരുക. അതിനുള്ള സന്നാഹങ്ങളെല്ലാം ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ചൂരൽമല വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നതിന്റെ ഇപ്പുറത്തെ ഭാഗമാണ്. അതായത് അപകടമുണ്ടായ ഭാഗത്തിന് തൊട്ടിപ്പുറത്തേക്കാണ്. അതായത് ദുരന്ത സ്ഥലത്തേക്ക് തന്നെയാണ് രാഹുൽ ഗാന്ധി ആദ്യം നേരിട്ടെത്തുക. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളാർമല നമുക്ക് കാണാം. അതിന് തൊട്ടിപ്പുറത്തായുള്ള ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ കളക്ടർ അടക്കമുള്ളവർ എല്ലാവരും തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും. 5 മിനിറ്റിനുള്ളിൽ എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. കളക്ടർ അടക്കം ഇവിടെയുണ്ട്. നമുക്ക് കളക്ടറെയും കാണാം. മാം, ഓക്കെ, ഇപ്പോൾ കളക്ടർ ഒപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥർ എല്ലാവരും രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം എത്തിച്ചേരുമെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവിടെ ആയിരിക്കും വന്നു വരിക. അതിനുശേഷം പോകുമെന്നതാണ് നമ്മൾ ശേഷമായിരിക്കും ക്യാമ്പുകളിലേക്ക് പോകാൻ കഴിയുക. ഒന്നുകിൽ ഇതുവഴി അല്ലെങ്കിൽ അതായത് പാലം നിർമ്മിക്കുന്ന ഭാഗം, ബെയിലി പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് താൽക്കാലിക പാലത്തിലൂടെ കയറി അപ്പുറത്തേക്ക് കടക്കുക, അങ്ങനെ ഒരു യാത്രാ വഴിയായിരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. സ്മൃതി, ഈ ഭാഗമൊക്കെ ഇപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇവിടെയെല്ലാം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുമുണ്ട്. സ്വാഭാവികമായും ഇതുവഴിയായിരിക്കും രാഹുൽ ഗാന്ധി നമ്മൾ കരുതുന്നത്. രാഹുൽ ഗാന്ധി ആയിരിക്കും ക്ലിയർ ചെയ്തേക്കുന്നത്. നമ്മൾ ഈ റൂട്ടിലൂടെയാണ് അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ സ്മൃതി, അക്കാര്യത്തിൽ ഇനി സംശയങ്ങളൊന്നുമില്ല. അവിടെ വന്ന് രാഹുൽ ഗാന്ധിയെ കളക്ടർ അടക്കമുള്ളവർ സ്വീകരിക്കും. അതിനുശേഷം ഇതുവഴിയാണ് ഈ അപകടമുണ്ടായ മേഖലയിലേക്ക് ഞാനിപ്പോൾ ടൗണാണ്. ചുരൽമല ടൗൺ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം നോക്കൂ, കടകളെല്ലാം വെള്ളം കയറി എല്ലാം നശിച്ചു കിടക്കുന്ന ടൗൺ ആയിരുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ തോന്നുന്നു. സ്മൃതി, തീർച്ചയായും സുജയാണ് അവിടുന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചൂരൽമല വില്ലേജ് ഓഫീസിനടുത്തു നിന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് സുജയ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം ഈ ഭാഗത്തേക്കാണ് വരിക. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് കടക്കും. ഈ ദുരന്തമുണ്ടായ മേഖലയിലേക്ക്, മുണ്ടക്കൈ മേഖലയിലേക്ക് കടക്കും എന്നുള്ളതാണ്. അവിടെ ഇപ്പോൾ താൽക്കാലിക പാലം നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ബേലി പാലം വഴി അപ്പുറത്തേക്ക് കടക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സുജയ സൂചിപ്പിക്കുന്നത്. ഇവിടം ഒരു പട്ടണമായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ തുടച്ചു നീക്കപ്പെട്ട ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ പൂർണ്ണമായും തകർന്നടിഞ്ഞിരിക്കുന്നു. രക്ഷാപ്രവർത്തകരുടെ വിദൂര ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എങ്ങനെയാണ് അവിടെ ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത്. കൈമേയ് മറന്ന് എല്ലാവരും ഒരുമിച്ച് അവിടെ പ്രവർത്തിക്കുന്നു. സൈന്യമുണ്ട്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്, NDRF ഉണ്ട്. അതുകൂടാതെ സാധാരണ ജനങ്ങൾ പലയിടത്തുനിന്നും ഞാൻ അവിടെ പോയപ്പോൾ തന്നെ കണ്ടതാണ്. വിവിധ ഇടങ്ങളിൽ നിന്നും, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും യുവാക്കളുടെ സംഘം വിവിധ വാഹനങ്ങളിൽ, തുറന്ന വാഹനങ്ങളിൽ ഇങ്ങനെ കൂട്ടമായി അട്ടിയിട്ടതുപോലെയാണ് ഒരു വാഹനത്തിൽ ആളുകളുള്ളത്. അങ്ങനെ വന്നിറങ്ങുകയാണ് രക്ഷാപ്രവർത്തനത്തിന്. ഒന്നും നോക്കാതെ എപ്പോൾ മടങ്ങാനാകുമെന്ന ആലോചനയില്ലാതെ അവിടെ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം എത്തിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അവർ കടക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇതിലൊക്കെ ചില നിയന്ത്രണങ്ങൾ വരുന്നു എന്നുള്ളത് ചിലർക്കെങ്കിലും പരാതിയായി അത് ഉന്നയിക്കുന്നുണ്ട്. ഭക്ഷണമൊക്കെ ഇത്തരം സന്ദർഭങ്ങളിൽ എല്ലാവരും കൊണ്ടുവരുന്നതാണ്, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള ചില പ്രതികരണങ്ങൾ ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടാകുന്നൊക്കെ അവിടെ ചെറിയ നേരിട്ടുള്ള തർക്കങ്ങൾക്ക് പോലും ഇടയാക്കിയിരുന്നു. തിരച്ചിൽ പുരോഗമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ, വീടിൻ്റെ ഭാഗങ്ങൾ, വാഹനങ്ങൾ അമർന്നു പോയത്, വളർത്തുമൃഗങ്ങൾ, ശരീരത്തിൻ്റെ ഭാഗങ്ങളടക്കം കിട്ടിയിട്ടുള്ളത്, ഇതൊക്കെ കണ്ടതാണ്. പുഞ്ചിരിമറ്റം, ഈ പുഞ്ചിരിമറ്റമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രഭവ കേന്ദ്രമായി നിൽക്കുന്നത്. അവിടെ നിന്നാണ് ഈ